ഹായ് ഹലോ അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലക്ഷദ്വീപ് ഡെലൈറ്റ്സ്. ഇന്നത്തേതൊരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. ഇത് ലക്ഷദ്വീപിലത്തെ ഒരു സ്പെഷ്യൽ പലഹാരം തന്നെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഇത് നമ്മുടെ കട്ടൻ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതിന് ആവശ്യമായിട്ടുള്ള സാധനം എന്ന് വെച്ചാൽ നമ്മുടെ കടല, മെയിനായിട്ട് വേണ്ടത് കടലയാണ്. ഞാനിവിടെ വെള്ളക്കടലയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ അളവെടുക്കുന്നത് കടലേൻ്റെ, ആ ഗ്ലാസ്സിൽ തന്നെ എല്ലാ അളവും എടുക്കാൻ നോക്കുക. ഞാനിവിടെ ഈ ഗ്ലാസ്സിൻ്റെ അളവിലാണ് എല്ലാം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഗ്ലാസ് കപ്പലണ്ടി നമുക്ക് മിക്സീൻ്റെ ജാറിലിട്ട് കൊടുക്കാം. അത് നമുക്ക് പൊടിച്ചെടുക്കാം. പക്ഷെ പൊടിച്ചെടുക്കുമ്പോൾ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കേണ്ട, കുറച്ച് തരി പോലെ ഉണ്ടായാൽ നമുക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റായി കിട്ടും. പിന്നെ നമ്മളിത് പൊടിച്ചെടുത്തിട്ട് വരാം. പിന്നെ അതിലോട്ട് ഒരു ഗ്ലാസ് തന്നെ പഞ്ചസാര പൊടിച്ചെടുക്കണം. അതും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് 2 ഗ്ലാസ് മൈദാമാവ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ് പാം ഓയിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ എണ്ണ വെച്ച് നമുക്കിത് കുഴച്ചെടുക്കാം. ഒഴിച്ച് നല്ലപോലെ കുഴച്ചെടുക്കാം. ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് ഗീ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലപോലെ കുഴച്ചെടുക്കാം. ഗീ ഒഴിച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നമുക്കിത് ഇങ്ങനെ ഉരുളകളാക്കി നമുക്കിത് ട്രേയിൽ വെക്കാം. ഞാനിത് ഓവനിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ബേക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഇവിടെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി കടലക്കാപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ വീണ്ടും പറയാണ്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.